ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കത്തീഡ്രൽ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. കത്തീഡ്രൽ കോവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. കത്തീഡ്രൽ കേവ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്, അതും സെയിം ന്യൂസിലാൻഡിൽ തന്നെയാണ്. ഇതൊരു ബീച്ചാണ്, ഒരു ചരിത്രപരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് വീഡിയോസിലോട്ട് പോകാം. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ കത്തീഡ്രൽ കോവിൻ്റെ മുൻവശത്താണ് എത്തിയിരിക്കുന്നത്. ഇതാണ് കത്തീഡ്രൽ കോവിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് ഈ കത്തീഡ്രൽ കോവിലോട്ടുള്ള വഴി കണ്ടുപിടിച്ച് വന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വേറൊരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന റോഡ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ റോഡ് നേരെ പോകുന്നത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ്. പക്ഷെ അതല്ല മെയിൻ എൻട്രൻസ്, ഗൂഗിൾ തെറ്റിച്ചാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങി വരുമ്പം ഈ ഒരു പാർക്കിംഗ് ഏരിയ കണ്ടു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതാണ് കത്തീഡ്രൽ കോവിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ എൻട്രൻസിൽ നിന്ന് താഴോട്ട് ഈ ഇറങ്ങിപ്പോകുന്ന ഈ വഴിയുടെ അവിടെ ഒരു മഞ്ഞ ഗ്രില്ലൊക്കെ കാണുന്നില്ലേ, ആ ഗ്രില്ലിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നതാണ് കത്തീഡ്രൽ കോവിലോട്ട് പോകേണ്ടത്. ഏതാണ്ട് ഒരു 3.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ളതല്ല, അതായത് കുന്നിൻ്റെ മുകളിലൊക്കെ നല്ലൊരു കയറ്റവും പിന്നെ ഇറക്കവും ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഈ വഴി നേരെ കയറി പോകുന്നതാണ്. ഈ വഴി കൂടെ കയറി പോകണം. നമ്മൾ എൻട്രൻസ് ഇച്ചിരി ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്. ഇതേപോലത്തെ വഴിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ദിവസത്തേക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാൽ ഈ വഴി നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 3.5 കിലോമീറ്ററോളം നടക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ വേറൊരു വഴി പിടിക്കാനുള്ള പ്ലാനിങ് ആണ്. നമ്മളെ കൂട്ടുകാരൻ മുനീറിൻ്റെ റെക്കമെൻഡേഷൻ, പുതിയ വഴികൾ കണ്ടെത്തി അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ഈ വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ 3.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി കോവിലോട്ട് പോവുകയാണ്. അവരെന്താ പറഞ്ഞേ? ഇതിൽ കൂടെ കുറച്ച് മുകളിലോട്ടൊക്കെ കയറണം എന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും അതാണ് മറ്റേ ആദ്യം കണ്ട വഴി കൂടെ കയറി കഴിഞ്ഞാൽ 3.5 കിലോമീറ്റർ. ഇതൊരു 1.5 കിലോമീറ്റർ അടുപ്പിച്ച് വരുള്ളൂ. പക്ഷേ കയറ്റമാണ്. നമ്മൾ ഈ വഴി കൂടെ പോവുകയാണ്. നല്ല മണൽ. ഈ വഴിയാണ് ആ വഴിയാണോ? കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബീച്ചിന്റെ സൈഡിൽ കൂടെ ആ വഴി കൂടെ പോവാം. നടക്കാൻ നല്ല പാടുണ്ട് കേട്ടോ. നമ്മൾ ആലപ്പുഴ ബീച്ചിലൊക്കെ നടക്കുന്ന പോലെ നല്ല പൂഴിമണലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഇങ്ങനെ ഒരുപാട്, ഇതൊക്കെ പാറമലകളാണ്. ഒരുപാട് മലകൾ ഇങ്ങനെയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, മണലിൽ കൂടെ നടക്കണേക്കാട്ട് നല്ല റോട്ടിൽ കൂടെ നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു കാട്ടിൻ്റെ അകത്ത് കൂടെ ഒക്കെ നടക്കുകയാണ് കേട്ടോ. ആ കോവ് കാണാൻ മെയിൻ വഴിയുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ നമ്മൾ ഈ വഴി കൂടെ പോകുന്നത്. താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ ആ സൈഡിൽ കൂടെ നടന്ന് കുറേ സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ ഇങ്ങനെ കയറി എന്നിട്ട് ഇതുപോലെ ഒരു കാടിന് നടുക്കൂടെ ഇങ്ങനെ നടക്കാം. അയ്യോ, ഇവിടെ നോക്കി നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ബീച്ച്. അങ്ങനെ കാട്ടിക്കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ, ഫോറിനേഴ്സൊന്നും കുഴപ്പമൊന്നുമില്ല. അവർ രാവിലെ എണീച്ച് ഇതുപോലെ ഓടയും ചാടയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് അവർ പുഷ്പം പോലെ അതൊക്കെ നടക്കുന്നത്. നമ്മളാണ് കഷ്ടപ്പെടുന്നത്.
ഇതാണ് ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന പിക്ചർ. ഈ കാണുന്നതെല്ലാം മലകളാണ് കേട്ടോ. മലകളിങ്ങനെ കടലിൽ പൊങ്ങി നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇതൊക്കെ മലകളാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആ ഒരു ബോട്ട് നിൽക്കുന്നുണ്ടോ, ഇവിടെ ഈ ബോട്ട് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിനി പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ കത്രിഡൽ കോവിൻ്റെ ഭാഗമായിട്ടുള്ള മലകൾ. അപ്പോൾ അങ്ങ് അറ്റമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുമോ നോക്കി. ഇതെല്ലാം മലകളാണ് കേട്ടോ, പാറമലകളാണ് കേട്ടോ ഇതെല്ലാം. ഗായ്സ്, നമ്മൾ കത്രിഡൽ കോവിലോട്ട് പോകുന്ന വഴികളാണ്. ഇതൊക്കെ നല്ല കയറ്റമാണ്. ഇതിലത്ര നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കേടുന്ന സീന് വേണമെങ്കിൽ കാണിച്ചു തരാം. അറിഞ്ഞോ? അയ്യോ, നാളെ എൻ്റെ കൂട്ടുകാരൻ നടന്ന് കയറണണ്ടാ. നമ്മളിതാ ഈ താഴെ കൂടെ കയറി വരെയാണ്. അയ്യോ, നല്ല കഷ്ടപ്പാടുണ്ട്. വിചാരിച്ച പോലെയല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. നല്ലവണ്ണം കിതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വഴികളാണ് കേട്ടോ. ഈ വഴിയിലൊക്കെ ആൾക്കാർ ജോഗിങ്ങിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല കയറ്റമാണ്. അയ്യോ ഗായ്സ്, ഇതാണ് ന്യൂസിലാൻഡ് വേൾഡ് വാർ മെമ്മോറിയൽ ഫോറസ്റ്റ്. ഇതോ ആ കാണുന്നതാണ് ഫോറസ്റ്റ്. ഇതൊക്കെ ഫോറസ്റ്റ് ആയിരിക്കാം. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ഏതാണ്ട് നമ്മൾ അടുത്തെത്താറായി. ഹായ് ഹായ്. Nothing to see there. Nothing. Okay. Just joking. Thank you. Bye. Yeah. അവരിങ്ങനെ കളിക്കാറ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ കത്രിഡൽ കോവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗൈസ്, യഥാർത്ഥത്തിൻ്റെ പേര് കത്രിഡൽ കോവ് എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബൈ മിസ്റ്റേക്ക് ആയിട്ട് കത്രിഡൽ കേവ് എന്ന് പറയുന്നുണ്ട്. ദയവേത് അത് ക്ഷമിക്കുക. ഏതാണ് നമ്മളത് എത്തിക്കഴിഞ്ഞു. കത്രിഡൽ കേവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഗൈസ്, ഈ കാണുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ഗൈസ്, ഇതാണ് കത്രിഡൽ കേവിൻ്റെ ദൃശ്യം. ഈ വഴി ഇങ്ങനെ വളഞ്ഞ് ഗായ്സ് എത്തിക്കഴിഞ്ഞു. നമ്മൾ കത്രിഡൽ കോവിൽ എത്തിക്കഴിഞ്ഞു. ഗായ്സ്, ഇതാണ് കത്രിഡൽ കോവ്. ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഫുൾ വ്യൂ കണ്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ കത്രിഡൽ കോവിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അയ്യോ, എന്ത് കയറ്റം കയറി, ഇറക്കം ഇറങ്ങി, ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി, തിരിച്ച് ഈ മലയൊക്കെ തിരിച്ച് കയറണം. അങ്ങനെ നമ്മൾ കത്രിഡൽ കോവിൽ എത്തിക്കഴിഞ്ഞു ഗായ്സ്. ഗായ്സ്, സന്ധ്യ മയങ്ങുന്ന സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞ്. നമ്മളിതാ പതുക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ബാക്കി വന്നവരെല്ലാവരും പോയി കഴിഞ്ഞ്. എങ്ങനെയുണ്ട്? ഹായ്, നല്ല ഭംഗിയില്ലേ? നമ്മൾ നേരിട്ടാണോ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് അങ്ങറ്റത്തെ പാറ ഒക്കെ കാണാം. അതൊക്കെ പാറകളാണ് കേട്ടോ. പാറകൾ, ഇപ്പുറത്ത് കടല് ഒക്കെയാ. നല്ല രസമല്ലേ കാണാൻ. ഗായ്സ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.